മരവിപ്പിക്കുന്ന തണുപ്പുള്ള കാറ്റുകൾ വലിയ മഞ്ഞുമതിലുകളിൽ തട്ടി അലറുന്ന ആ രാത്രിയിൽ കാസിൽ ബ്ലാക്കിലെ കരിങ്കല്ലുകൊണ്ടുള്ള ഒരു ഇരുണ്ട മുറിക്കുള്ളിൽ സൻസ തന്റെ കൈകളിലെ കമ്പിളി നെയ്തുകൊണ്ടിരുന്നു. പെട്ടെന്ന് ആ കനത്ത മരവാതിലിൽ ഒരു മുട്ട് കേട്ടു. അവൾ പതുക്കെ തലയുയർത്തി. നൈറ്റ്സ് വാച്ചിലെ കറുത്ത വസ്ത്രം ധരിച്ച ഒരു കാവൽക്കാരൻ വാതിൽ തുറന്ന് അകത്തേക്ക് കടന്നുവന്നു. "ഇത് നിങ്ങൾക്കുള്ളതാണ്," അയാൾ ബഹുമാനത്തോടെ പറഞ്ഞു. അയാൾ സൻസയുടെ കൈകളിൽ ഒരു ചുരുളൻ കടലാസ് നൽകി. അതിൽ ഹൌസ് ബെയിലിഷിന്റെ പരിചിതമായ മുദ്ര പതിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സൻസ ആ കടലാസ് നിവർത്തി വായിച്ചു. അവളുടെ കണ്ണുകളിൽ ദേഷ്യവും അവജ്ഞയും മിന്നിമറഞ്ഞു. കുറച്ചു സമയത്തിനു ശേഷം മോൾസ് ടൗണിലെ പൊളിഞ്ഞു വീഴാറായ ദുർഗന്ധം വമിക്കുന്ന ഒരു പഴയ കുടിലിനുള്ളിൽ മങ്ങിയ വെളിച്ചത്തിൽ ലിറ്റിൽ ഫിംഗർ നിശബ്ദനായി നിൽക്കുകയായിരുന്നു. വാതിൽ തുറന്ന് കടുത്ത കോപത്തോടെ സൻസായും അവളുടെ വിശ്വസ്തയായ കാവൽക്കാരി ബ്രിയനും അകത്തേക്ക് പ്രവേശിച്ചു. അവരെ കണ്ടയുടനെ ലിറ്റിൽ ഫിംഗറിന്റെ കുറുക്കനെപ്പോലെയുള്ള മുഖത്ത് ഒരു വ്യാജമായ ആശ്വാസവും സ്നേഹവും നിറഞ്ഞു. "സൻസ, ലേഡി ബ്രിയൻ, നിങ്ങൾ വിന്റർഫെല്ലിൽ നിന്നും രക്ഷപ്പെട്ടുവെന്ന് കേട്ടപ്പോൾ ഞാൻ ഏറ്റവും മോശമായത് ഭയന്നിരുന്നു. നിങ്ങൾക്ക് ഒരു പോറലുമേൽക്കാതെ കാണാൻ കഴിഞ്ഞതിൽ എനിക്ക് എത്രമാത്രം സന്തോഷമുണ്ടെന്ന് നിങ്ങൾക്കറിയില്ല," അയാൾ വളരെ സ്നേഹത്തോടെ പറഞ്ഞു. "നിങ്ങളിവിടെ എന്താണ് ചെയ്യുന്നത്?" സൻസ കടുത്ത സ്വരത്തിൽ ചോദിച്ചു. ലിറ്റിൽ ഫിംഗറിന്റെ മുഖത്തെ പുഞ്ചിരി മാഞ്ഞു. "നിങ്ങളെ സഹായിക്കാൻ വെയിലിലെ കുതിരപ്പടയാളികളുമായി ഞാൻ വടക്കോട്ട് യാത്ര ചെയ്തു. നമ്മൾ സംസാരിക്കുന്ന ഈ നിമിഷം അവർ മോട്ട് കെയ്ലിനിൽ താവളമടിച്ചിരിക്കുകയാണ്," അയാൾ വിശദീകരിക്കാൻ ശ്രമിച്ചു. "എന്നെ സഹായിക്കാനോ? റാംസയെക്കുറിച്ച് നിങ്ങൾക്കറിയാമായിരുന്നോ? നിങ്ങൾക്കറിയില്ലായിരുന്നെങ്കിൽ നിങ്ങളൊരു വിഡ്ഢിയാണ്. നിങ്ങൾക്കറിയാമായിരുന്നെങ്കിൽ നിങ്ങൾ എന്റെ ശത്രുവാണ്." സൻസ ദേഷ്യത്തോടെ ലിറ്റിൽ ഫിംഗറിന്റെ അടുത്തേക്ക് ഒരു ചുവട് വെച്ചു. "ഞങ്ങളുടെ വിവാഹരാത്രിയെക്കുറിച്ച് കേൾക്കാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടോ?" "അവൻ ഒരിക്കലും എന്റെ മുഖത്തെ വേദനിപ്പിച്ചില്ല. അവന് എന്റെ മുഖം ആവശ്യമായിരുന്നു, നെഡ് സ്റ്റാർക്കിന്റെ മകളുടെ മുഖം. എന്നാൽ എന്റെ ബാക്കിയുള്ള ശരീരത്തിൽ അവനൊരു അവകാശിയെ നൽകാൻ എനിക്ക് കഴിയുന്നിടത്തോളം കാലം അവനിഷ്ടമുള്ളതെല്ലാം ചെയ്തു." "അവൻ എന്താണ് ചെയ്തതെന്ന് നിങ്ങൾ കരുതുന്നു?" അവൾ വിറയ്ക്കുന്ന ശബ്ദത്തിൽ ചോദിച്ചു. "എനിക്കത് സങ്കൽപ്പിക്കാൻ പോലുമാകില്ല," ലിറ്റിൽ ഫിംഗർ തലതാഴ്ത്തിക്കൊണ്ട് പറഞ്ഞു. "അവൻ എന്നോട് എന്തു ചെയ്തെന്നാണ് നിങ്ങൾ കരുതുന്നത്?" സൻസ വീണ്ടും ചോദിച്ചു. "ലേഡി സൻസ നിങ്ങളോട് ഒരു ചോദ്യം ചോദിച്ചു," ബ്രിയൻ കനത്ത ശബ്ദത്തിൽ മുന്നറിയിപ്പ് നൽകി. "അവൻ നിങ്ങളെ ഉപദ്രവിച്ചു," ലിറ്റിൽ ഫിംഗർ പതുക്കെ പറഞ്ഞു. "അതെ, അവൻ അത് ആസ്വദിച്ചു. ഒരുപക്ഷെ നിങ്ങൾക്ക് റാംസയെക്കുറിച്ചു എല്ലാം നേരത്തെ അറിയാമായിരുന്നിരിക്കാം." സൻസയുടെ കണ്ണുകളിൽ വെറുപ്പ് നിറഞ്ഞു. "എനിക്കറിയില്ലായിരുന്നു," ലിറ്റിൽ ഫിംഗർ പറഞ്ഞു. "എല്ലാവരുടെയും രഹസ്യങ്ങൾ നിങ്ങൾക്ക് അറിയാമെന്നാണ് ഞാൻ കരുതിയത്," അവൾ പുച്ഛത്തോടെ പറഞ്ഞു. "എനിക്കൊരു തെറ്റ് പറ്റി, ഭയങ്കരമായ ഒരു തെറ്റ്. അപരിചിതനായ ഒരാളെ ഞാൻ കുറച്ചു കണ്ടുപോയി," അയാൾ പറഞ്ഞു. സൻസയുടെ കണ്ണുനീർ അവളുടെ കോപത്തെ അണച്ചില്ല. "എന്നോട് ക്ഷമിക്കൂ," അയാൾ പറഞ്ഞു. "നിങ്ങൾ എന്നെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞിരുന്നു," അവൾ ഓർമ്മിപ്പിച്ചു. "ഞാൻ സംരക്ഷിക്കും. ഞാൻ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ എന്നെ വിശ്വസിക്കണം," ലിറ്റിൽ ഫിംഗർ അപേക്ഷിച്ചു. "ഞാനിനി നിങ്ങളെ വിശ്വസിക്കുന്നില്ല. എനിക്കിനി നിങ്ങളെ ആവശ്യമില്ല. നിങ്ങൾക്ക് എന്നെ സംരക്ഷിക്കാൻ കഴിയില്ല. എന്റെ കഴിവിൽപ്പെട്ട എന്ത് കാര്യവും നിങ്ങൾ ആവശ്യപ്പെട്ടാൽ ഞാനത് ചെയ്യും." അയാൾ നിസ്സഹായനായി നിന്നു. "ഇപ്പോൾ ഇവിടെ വെച്ച് നിങ്ങൾ മരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചാലോ?" അവൾ ചോദിച്ചു. "എങ്കിൽ ഞാൻ മരിക്കും," അയാൾ സമ്മതിച്ചു. "എന്റെ കുടുംബത്തെ കൊലപ്പെടുത്തിയ രാക്ഷസന്മാരിൽ നിന്നും നിങ്ങൾ എന്നെ മോചിപ്പിച്ചു. എന്നിട്ട് എന്റെ കുടുംബത്തെ കൊലപ്പെടുത്തിയ മറ്റു രാക്ഷസന്മാർക്ക് നിങ്ങൾ എന്നെ നൽകി. മോട്ട് കെയ്ലിനിലേക്ക് തിരികെ പോകൂ. ഞാനും എന്റെ സഹോദരനും ചേർന്ന് വടക്കൻ പ്രദേശം ഞങ്ങൾ സ്വന്തമായി തിരികെ പിടിക്കും. നിങ്ങളെ ഇനിയൊരിക്കലും കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല," സൻസ ഉറച്ച തീരുമാനത്തോടെ പറഞ്ഞു. "നിങ്ങൾക്ക് സംഭവിച്ച കാര്യങ്ങൾ ഇല്ലാതാക്കാൻ ഞാൻ എന്തു വേണമെങ്കിലും ചെയ്യും. എനിക്കതിന് കഴിയില്ലെന്നെനിക്കറിയാം. പോകുന്നതിനു മുമ്പ് ഒരു കാര്യം കൂടി പറയാൻ നിങ്ങൾ എന്നെ അനുവദിക്കുമോ? നിങ്ങളുടെ വല്യമ്മാവൻ ബ്രിൻഡൻ എന്ന് വിളിക്കപ്പെടുന്ന ബ്ലാക്ക് ഫിഷ് സേനയുടെ അവശേഷിക്കുന്നവരെ കൂട്ടിയിണക്കി റിവർ റൺ തിരികെ പിടിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ കണ്ടെത്തുന്നത് നിങ്ങൾ പരിഗണിക്കണം. നിങ്ങളോട് കൂറുള്ള ഒരു സൈന്യം നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു സമയം വന്നേക്കാം," ലിറ്റിൽ ഫിംഗർ പറഞ്ഞു. "എനിക്കൊരു സൈന്യമുണ്ട്," സൻസ മറുപടി നൽകി. "നിങ്ങളുടെ സഹോദരന്റെ സൈന്യം." അർദ്ധ സഹോദരൻ അയാൾ പുറത്തേക്ക് നടക്കാൻ തുടങ്ങുന്നതിനു മുൻപ് പറഞ്ഞു. അതേസമയം സമുദ്രങ്ങൾക്കപ്പുറം ഹൌസ് ഓഫ് ബ്ലാക്ക് ആൻഡ് വൈറ്റിലെ ഇരുണ്ട പരിശീലന മുറിയിൽ ആയുധങ്ങൾ കൂട്ടിമുട്ടുന്ന ശബ്ദം പ്രതിധ്വനിച്ചു. ആര്യയും വേഫും മരവടികൾ ഉപയോഗിച്ച് ജീവൻ മരണ പോരാട്ടത്തിലേർപ്പെട്ടിരിക്കുകയായിരുന്നു. അവർ രണ്ടുപേരും അതിവേഗത്തിൽ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടു. പെട്ടെന്ന് വേഫ് ഒരു കള്ളനീക്കം നടത്തി ആര്യയുടെ കാലുകളുടെ പിൻഭാഗത്തടിച്ച് അവളെ വീഴ്ത്തി. ആര്യ തറയിൽ വീണു. വേഫ് അവളുടെ വടി ആര്യയുടെ മുഖത്തേക്ക് ചൂണ്ടി. "നീ തയ്യാറല്ല. വളരെ വൈകുന്നതിനു മുമ്പ് നീ വീട്ടിലേക്ക് പോകുന്നതാണ് നല്ലത്," വേഫ് പറഞ്ഞു. അവൾ തിരിഞ്ഞു നടക്കാൻ തുടങ്ങി. വേഫ് തിരിഞ്ഞ് അവളുടെ വടി താഴെയിട്ട് ആര്യയുടെ അടുത്തേക്ക് വന്നു. ആര്യ പലതവണ വേഫിനെ ആക്രമിക്കാൻ ശ്രമിച്ചു. എന്നാൽ അവൾ അതെല്ലാം ഒഴിഞ്ഞുമാറി തടഞ്ഞു. വേഫ് അതിശക്തമായി ആര്യയുടെ വയറ്റിൽ ചവിട്ടി അവളെ പ്ലാറ്റ്ഫോമിൽ നിന്നും തെറിപ്പിച്ചു. ആര്യ വീണ്ടും പ്ലാറ്റ്ഫോമിലേക്ക് ചാടിക്കയറി മുന്നോട്ടു കുതിച്ചു. എന്നാൽ വൈഫ് വളരെ എളുപ്പത്തിൽ ആര്യയുടെ ആയുധം തെറിപ്പിക്കുകയും അവളെ പലതവണ ഇടിക്കുകയും ചെയ്തു. ആ ഇടിയുടെ ആഘാതത്തിൽ അവൾ പ്ലാറ്റ്ഫോമിൽ നിന്ന് താഴെ തറയിലേക്ക് വീണു.
ലേഡി സ്റ്റാർക്ക്, നീ ഒരിക്കലും ഞങ്ങളിൽ ഒരാളാകില്ല, വെയ്ഫ് പരിഹസിച്ചു. അപ്പോഴാണ് ജാക്കേൻ ഹേഗറിന്റെ രൂപം സ്വീകരിച്ച ആ മുഖമില്ലാത്ത മനുഷ്യൻ അവിടെ പ്രത്യക്ഷപ്പെട്ടത്. അവൾ പറഞ്ഞതിൽ കാര്യമുണ്ട്, ജാക്കേൻ പറഞ്ഞു. അയാൾ തിരിഞ്ഞു നടന്നു. ആര്യ അയാളെ പിന്തുടർന്നു. അവർ മുഖങ്ങളുടെ വലിയ ഹാളിലേക്ക് പ്രവേശിച്ചു. അവിടെ ആയിരക്കണക്കിന് മരിച്ച മുഖങ്ങൾ ഭയാനകമായ നിശബ്ദതയോടെ നോക്കിനിന്നു. ആദ്യത്തെ മുഖമില്ലാത്ത മനുഷ്യരാരും പ്രഭുക്കന്മാരുടെയോ പ്രഭ്വിമാരുടെയോ മക്കളായി ജനിച്ചവരല്ല. വലീരിയാലെ ഖനികളിലെ അടിമകളായാണ് അവർ തുടങ്ങിയത്. ജാക്കേൻ വിശദീകരിച്ചു. ആരായിരുന്നു ആദ്യത്തെയാൾ? ആര്യ ചോദിച്ചു. അവൻ ആരുമായിരുന്നില്ല. മെനി ഫേസ്ഡ് ഗോഡ് അവനെ എങ്ങനെ മുഖം മാറ്റണമെന്നും എങ്ങനെ സമ്മാനം നൽകാമെന്നും പഠിപ്പിച്ചു. പകരമായി അവൻ മറ്റുള്ളവരെ പഠിപ്പിച്ചു. അങ്ങനെ പലരും സേവനം ചെയ്തു. നിരവധി സമ്മാനങ്ങൾ നൽകപ്പെട്ടു. താമസിയാതെ എല്ലാ യജമാനന്മാരും മേൽനോട്ടക്കാരുമില്ലാതായി. മുഖമില്ലാത്ത മനുഷ്യർ അവിടുന്ന് പലായനം ചെയ്തു, അയാൾ പറഞ്ഞു. അവർ എങ്ങോട്ടാണ് പോയത്? ആര്യ ചോദിച്ചു. ഇവിടേക്ക്. അവർ ബ്രാവോസ് എന്ന സ്വതന്ത്ര നഗരം സ്ഥാപിച്ചു. ഈ ഭവനം നിർമ്മിച്ചു. അവർ മറ്റുള്ളവരുടെ മുഖം ധരിക്കാത്തപ്പോൾ ജീവിച്ചിരുന്ന സമയത്ത് അവർ ധരിച്ചിരുന്ന മുഖങ്ങളാണിത്. ആദ്യത്തെ മുഖമില്ലാത്ത മനുഷ്യർ. ഒരു പെൺകുട്ടി ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇപ്പോൾ അവളും അവരിൽ ഒരാളാണ്, അയാൾ പറഞ്ഞു. ഒരു പെൺകുട്ടിക്ക് ആഗ്രഹങ്ങളൊന്നുമില്ല, അവൾ ഉറപ്പിച്ചു പറഞ്ഞു. ജക്കൻ ഒരു ചെറിയ കുപ്പി ഉയർത്തിക്കാണിച്ചു. അവൾ ആ കുപ്പി വാങ്ങി. ഷീൽബ സ്ക്വയറിലെ തിയേറ്ററിൽ അഭിനയിക്കുന്ന ലേഡി ക്രേൻ എന്ന് സ്വയം വിളിക്കുന്ന ഒരു നടി. ഒരു പെൺകുട്ടിക്ക് രണ്ടാമതൊരു അവസരം നൽകിയിരിക്കുന്നു. ഇനിയൊരു മൂന്നാം അവസരമുണ്ടാകില്ല. അങ്ങനെയാണെങ്കിലും അല്ലെങ്കിലും ഒരു മുഖം കൂടി ഈ ഹാളിലേക്ക് ചേർക്കപ്പെടും, അയാൾ മുന്നറിയിപ്പ് നൽകി. ബ്രാവോസിലെ തിരക്കേറിയ ഷീൽബ സ്ക്വയറിൽ അഭിനേതാക്കൾ ഒരു നാടകം അവതരിപ്പിക്കുകയായിരുന്നു. ഒരു വലിയ ആൾക്കൂട്ടം അത് കാണാൻ തടിച്ചുകൂടിയിരുന്നു. ആര്യായും അവർക്കിടയിൽ നിന്നു. വേദിയിൽ റോബർട്ട് ബറാത്തിയണിന്റെ വേഷം ധരിച്ച ഇസെംബാരോ എന്ന നടൻ അങ്ങോട്ടുമിങ്ങോട്ടും നടക്കുകയായിരുന്നു. 2 സഹായികൾ ഒരു കാടിന്റെ ചിത്രം വരച്ച തുണിയുമായി അയാളുടെ ചലനങ്ങൾക്കനുസരിച്ച് നീങ്ങി. മറ്റൊരു സഹായി ഒരു കാട്ടുപന്നിയുടെ മാതൃകയുമായി വന്ന് നടന്റെ പിൻഭാഗത്തിടിച്ചു. ഇസംബറോ അലറി. ജനക്കൂട്ടത്തോടൊപ്പം ആര്യായും ചിരിച്ചു. സഹായി വീണ്ടും ആ കാട്ടുപന്നിയുടെ മാതൃക ഉപയോഗിച്ച് ഇസംബറോയെ ഇടിച്ചു. ഇത്തവണ മുൻഭാഗത്താണ് അടിച്ചത്. നടൻ പിന്നോട്ട് മാറി. സഹായികൾ കാടിന്റെ പശ്ചാത്തലം മാറ്റി ഒരു കറുത്ത തുണിവെച്ചു. ഉടൻ തന്നെ ഞാൻ ഇല്ലാതാകും, ഇസംബാരോ പാടി. അയാൾ തന്റെ വസ്ത്രത്തിൽ നിന്ന് കുടൽ പോലെയുള്ള ഒരു സാധനം പുറത്തെടുത്തു. എന്നാൽ ജോഫ്രിയെ അവതരിപ്പിക്കുന്ന ക്ലാരൻസോ എന്ന നടൻ അയാളെ താങ്ങി നിർത്തി. സെർസി, എനിക്ക് കുറച്ചുകൂടി വീഞ്ഞു തരൂ, ഇസംബാരോ അലറി. സെർസിയെ അവതരിപ്പിക്കുന്ന ലേഡി ക്രേൻ വേദിയിൽ പ്രത്യക്ഷപ്പെട്ട് വികാരഭരിതയായി പാടി. പിന്നാലെ നെഡിനെ അവതരിപ്പിക്കുന്ന കെമല്ലോയും ടിരിയനെ അവതരിപ്പിക്കുന്ന ബൊബോണോയും വേദിയിലെത്തി. വടക്കുള്ളവരെ പരിഹസിച്ചുള്ള അവരുടെ സംഭാഷണങ്ങളും പ്രവൃത്തികളും കണ്ട് ജനക്കൂട്ടം പൊട്ടിച്ചിരിച്ചു. ആര്യ അവരെ ചുറ്റും നോക്കി. എന്നാൽ അവൾ ചിരിച്ചില്ല. തന്റെ പിതാവിനെ അപമാനിക്കുന്നത് അവൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ഒടുവിൽ താൻ മരിക്കുന്നു എന്നലറിക്കൊണ്ട് ഇസംബറോ വേദിയിൽ വീണു. തുടർന്ന് സംഗീതം മുഴങ്ങി. അഭിനേതാക്കൾ രംഗങ്ങൾ മാറ്റി. ഇരുമ്പ് സിംഹാസനത്തിന്റെ മാതൃകയിൽ ക്ലറൻസോ ഇരിക്കുന്നു. അവിടെ നടക്കുന്ന തർക്കങ്ങൾക്കൊടുവിൽ കമെല്ലോയെ സഹായികൾ വേദിയിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയി. പുതിയ രംഗത്തിൽ കമെല്ലോ തലവെട്ടുന്ന തടിയുടെ മാതൃകയിൽ കിടക്കുകയാണ്. സെൻസായി അവതരിപ്പിക്കുന്ന ബിയാൻക അവിടെ വന്ന് തന്റെ പിതാവിനെ രക്ഷിക്കാൻ അപേക്ഷിച്ചു. ലേഡി ക്രേനും അവളോട് കരുണ കാണിക്കാൻ ആവശ്യപ്പെട്ടു. തന്റെ പിതാവിന്റെ സുഹൃത്തിനെ വെറുതെ വിടുമെന്ന് ക്ലാരൻസോ പറഞ്ഞു മുഴുവനാക്കുന്നതിനു മുൻപ് ആരാച്ചാർ മഴുവീശി. ആ തലയുടെ മാതൃക പുറത്തേക്ക് വീണു. പിതാവേ, ബിയാൻക നിലവിളിച്ചു. അവിടേക്ക് വന്ന ബൊബോണോ താൻ മന്ത്രിയായി പ്രഖ്യാപിക്കപ്പെട്ടെന്നും സാൻസായെ ഭാര്യയാക്കാൻ അനുവാദം ലഭിച്ചെന്നും അറിയിച്ചു. അവൻ അവളുടെ വസ്ത്രം വലിച്ചുകീറി മാറിടം പ്രദർശിപ്പിച്ച് അവളെ പരിഹസിച്ചു. വേദിയുടെ പിന്നിലെ മുറിയിൽ നാടകത്തിലെ അഭിനേതാക്കളെല്ലാം വിശ്രമിക്കാനും വസ്ത്രങ്ങൾ മാറാനുമായി ഒത്തുകൂടിയിരുന്നു. കെമല്ലോ ആര്യായുടെ അടുത്തേക്ക് വന്ന് തന്റെ വസ്ത്രം അവൾക്ക് നേരെ എറിഞ്ഞു. ഓ, ഇത് കഴുകണം മോളെ, ഇതിന് എന്റെ നാറ്റമാണ്, അയാൾ പറഞ്ഞു. ബൊബോണോ ലേഡി ക്രേനിന്റെ അടുത്തേക്ക് ചെന്നു. ഞാൻ നിങ്ങൾക്ക് കുറച്ച് വീഞ്ഞു കൊണ്ടുവരട്ടെയോ, ലേഡി ക്രേൻ? അവൻ ചോദിച്ചു. ഞാൻ റം കുടിക്കുന്നവളാണ് ബൊബോണോ. നമ്മൾ തമ്മിൽ അടുക്കാൻ പോകുകയാണെങ്കിൽ നീ അത് അറിഞ്ഞിരിക്കണം, അവൾ പറഞ്ഞു. തീർച്ചയായും നമ്മൾ അടുക്കാൻ പോകുന്നു, അവൻ ചിരിയോടെ പറഞ്ഞു. അത് കാലം തെളിയിക്കും, അവൾ മറുപടി നൽകി. അവർ ഗ്ലാസുകൾ കൂട്ടിമുട്ടിച്ച് മദ്യം കുടിച്ചു. പിന്നീട് ഹൗസ് ഓഫ് ബ്ലാക്ക് ആൻഡ് വൈറ്റിലെ കഴുകുന്ന മുറിയിൽ ഒരു മൃതദേഹം വൃത്തിയാക്കുകയായിരുന്നു ജക്കൻ. ആര്യ അവിടെ നിശബ്ദയായി നിന്നു. ഒരു പെൺകുട്ടി റമ്മിൽ വിഷം കലർത്തും. ലേഡി ക്രേൻ മാത്രമാണ് അത് കുടിക്കുന്നത്, ആര്യ പറഞ്ഞു. ജക്കൻ അവളെ നോക്കി തലയാട്ടി. ഒരു പെൺകുട്ടിക്ക് ഹാളിലെ മുഖങ്ങളിൽ ഒന്ന് ഉപയോഗിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. അവൾ പതുക്കെ ചോദിച്ചു. ഒരു പെൺകുട്ടി തയ്യാറല്ല, അയാൾ തറപ്പിച്ചു പറഞ്ഞു. അവൾ ഒരു നല്ല നടിയാണ്, ആര്യ പറഞ്ഞു. ദുഷ്ടന്മാർക്ക് മാത്രമാണോ മരണം വരുന്നത്? നല്ലവരെ അത് വെറുതെ വിടുമോ? അയാൾ ചോദിച്ചു. ആരാണ് അവൾ മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്? ആര്യ സംശയത്തോടെ ചോദിച്ചു.
അതൊരു വിഷയമല്ല. അതിനുള്ള വില ലഭിച്ചു കഴിഞ്ഞു, അയാൾ പറഞ്ഞു. ആ ഇളയ നടി ലേഡി ക്രെയിൻ അവളേക്കാൾ മികച്ചതായതുകൊണ്ട് അവൾക്ക് അസൂയയാണ്, ആര്യ ഊഹിച്ചു. ഒരു പെൺകുട്ടി മെനി ഫേസ്ഡ് ഗോഡിനെ സേവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് അവൾ തന്നെ തീരുമാനിക്കണം, അയാൾ ഓർമ്മിപ്പിച്ചു. ഒരു പെൺകുട്ടി തീരുമാനിച്ചു കഴിഞ്ഞു, അവൾ ഉറപ്പോടെ പറഞ്ഞു. സേവനം ചെയ്യുന്നവൻ ചോദ്യങ്ങൾ ചോദിക്കില്ല, അയാൾ അവൾക്ക് മുന്നറിയിപ്പ് നൽകി. അതേസമയം വടക്ക് ദൂരെയുള്ള വലിയ വിയർവുഡ് മരത്തിന്റെ ഗുഹയ്ക്കുള്ളിൽ ബ്രാൻ ആ മരത്തിന്റെ വേരുകളിൽ മുറുകെ പിടിച്ചിരിക്കുകയായിരുന്നു. അവന്റെ കണ്ണുകൾ വെള്ളനിറത്തിലായി. അവൻ ഭൂതകാലത്തിന്റെ ഒരു ദർശനത്തിലായിരുന്നു. അജ്ഞാതമായ ഒരു മഞ്ഞുമൂടിയ ഭൂപ്രദേശത്ത് ബ്രാനും 3-eyed റേവനും ഒരുമിച്ച് നടക്കുകയായിരുന്നു. കല്ലുകൾ വട്ടത്തിലടുക്കിവെച്ച ഒരു വിയർവുഡ് മരത്തിനടുത്തേക്ക് അവർ നടന്നു. ഒരു ചൈൽഡ് ഓഫ് ദ ഫോറസ്റ്റ് ആ കല്ലുകൾക്കിടയിലൂടെ വേഗത്തിൽ ഓടി. അവരും അവളെ പിന്തുടർന്നു. അവിടെ ചിൽഡ്രൻ ഓഫ് ദ ഫോറസ്റ്റിന്റെ ഒരു സംഘം വട്ടത്തിലിരുന്നു. പരസ്പരം മന്ത്രിക്കുന്നത് അവർ കണ്ടു. ലീഫ് എഴുന്നേറ്റു. അവളുടെ കയ്യിൽ ഒരു തിളങ്ങുന്ന ഡ്രാഗൺ ഗ്ലാസ് കഷ്ണമുണ്ടായിരുന്നു. ആ മരത്തിൽ കെട്ടിയിട്ടിരുന്ന ഭയചകിതനായ ഒരു മനുഷ്യന്റെ അടുത്തേക്ക് അവൾ നടന്നു. ആ മനുഷ്യൻ നിലവിളിച്ചു. ലീഫ് പതുക്കെ ആ കഷ്ണം അവന്റെ നെഞ്ചിലേക്ക്, ഹൃദയത്തിലേക്ക് ആഴ്ത്തിയിറക്കി. ആ മനുഷ്യന്റെ കണ്ണുകൾ നീലനിറമായി മാറി. ആദ്യത്തെ വൈറ്റ് വാക്കർ അങ്ങനെ ജനിച്ചു. ബ്രാൻ പെട്ടെന്ന് ഞെട്ടിയുണർന്നു. ഗുഹയിൽ ലീഫ് അവനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. അത് നിങ്ങളായിരുന്നു. നിങ്ങളാണ് വൈറ്റ് വാക്കേഴ്സിനെ ഉണ്ടാക്കിയത്, ബ്രാൻ ശ്വാസമെടുക്കാൻ പാടുപെട്ടുകൊണ്ട് പറഞ്ഞു. ഞങ്ങൾ യുദ്ധത്തിലായിരുന്നു. ഞങ്ങളെ കൊന്നൊടുക്കുകയായിരുന്നു. ഞങ്ങളുടെ വിശുദ്ധ മരങ്ങൾ വെട്ടിനശിപ്പിച്ചു. ഞങ്ങൾക്ക് ഞങ്ങളെ തന്നെ സംരക്ഷിക്കണമായിരുന്നു, ലീഫ് വിശദീകരിച്ചു. ആരിൽ നിന്ന്? അവൻ ചോദിച്ചു. നിങ്ങളിൽ നിന്ന്, മനുഷ്യരിൽ നിന്ന്, അവൾ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് നടന്നു. ബ്രാനും 3-eyed റേവനും പരസ്പരം നോക്കി നിശബ്ദരായി. പൈക്കിലെ കടൽത്തീരത്തെ വലിയ പാറക്കെട്ടുകൾക്ക് മുകളിൽ ശക്തമായ ഉപ്പുകാറ്റടിക്കുന്നുണ്ടായിരുന്നു. അയൺ ബോണിലെ ആളുകളെല്ലാം അവിടെ ഒത്തുകൂടി. യാരായും തിയോണും ഏറോണും അവർക്കിടയിൽ നിന്നു. ഡ്രൗണ്ട് ഗോഡിന്റെ സാന്നിധ്യത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത്. നമ്മുടെ നേതാവായി പുതിയൊരു രാജാവിനെ തിരഞ്ഞെടുക്കാൻ ഇന്ന് അദ്ദേഹത്തിന്റെ നാമത്തിൽ നമ്മളിവിടെ ഒത്തുകൂടിയിരിക്കുന്നു. ആരാണ് അവകാശവാദം ഉന്നയിക്കുന്നത്? ഏറോൺ ഉച്ചത്തിൽ ചോദിച്ചു. യാര മുന്നോട്ടു വന്നു. ഞാൻ യാര ഗ്രേജോയ്, അയൺ ഐലൻഡ്സിന്റെ രാജാവായ ബെലൺ ഗ്രേജോയുടെ മകൾ. ഞാൻ സോൾട്ട് ത്രോൺ അവകാശപ്പെടുന്നു, അവൾ ഗാംഭീര്യത്തോടെ പറഞ്ഞു. ഞങ്ങൾക്ക് ഇതുവരെ ഒരു രാജ്ഞിയുണ്ടായിട്ടില്ല, കൂട്ടത്തിൽ നിന്നൊരാൾ വിളിച്ചു പറഞ്ഞു. നമ്മൾ ഇതുവരെ ചെയ്യാത്ത നിരവധി കാര്യങ്ങളുണ്ട്. വെസ്റ്ററോസിലെ വലിയ പ്രഭുക്കന്മാർ നമ്മളെ ശ്രദ്ധിക്കാറേയില്ല. ഞാൻ രാജ്ഞിയാകുമ്പോൾ നമ്മളൊരു നാവികസേനയെ നിർമ്മിക്കുമെന്ന് യാര ജനങ്ങളോട് പ്രഖ്യാപിച്ചു. എന്നാൽ ഒരു സ്ത്രീ തങ്ങളെ നയിക്കുന്നതിനെ കൂട്ടത്തിൽ ചിലർ എതിർത്തു. അപ്പോൾ തിയോൺ മുന്നോട്ടു വന്നു. ഞാൻ ബാലൻ ഗ്രേജോയുടെ ജീവിച്ചിരിക്കുന്ന അവസാനത്തെ മകനാണ്. എന്നാൽ ഇവളാണ് നിങ്ങളുടെ യഥാർത്ഥ ഭരണാധികാരി. ഇവളൊരു യോദ്ധാവാണ്. ഇവളെക്കാൾ മികച്ചൊരു നേതാവിനെ നമുക്ക് കണ്ടെത്താൻ കഴിയില്ല, തിയോൺ ഉറപ്പിച്ചു പറഞ്ഞു. ഇതുകേട്ട് ജനക്കൂട്ടം യാരായ്ക്കായി ആർത്തുവിളിച്ചു. പെട്ടെന്ന് അവിടെ നിശബ്ദത തളംകെട്ടി. ഞാൻ യൂറോൺ ഗ്രേജോയ്, ഞാൻ സോൾട്ട് ത്രോൺ അവകാശപ്പെടുന്നു, അവൻ പ്രഖ്യാപിച്ചു. യൂറോൺ മുന്നോട്ടുവന്ന് കോട്ട നിലനിർത്താൻ കഴിയാതെ തടവുകാരനായതിനെ ചൊല്ലി തിയോണിനെ പരിഹസിച്ചു. തുടർന്ന് ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ നാവികസേനയെ താൻ നിർമ്മിക്കുമെന്ന് യാര പറഞ്ഞപ്പോൾ യൂറോൺ അവളെ തടഞ്ഞു. താനാണ് ആ നാവികസേനയെ നിർമ്മിക്കാൻ പോകുന്നതെന്നും സമുദ്രത്തിനപ്പുറമുള്ള വലിയൊരു സൈന്യവും 3 ഡ്രാഗണുകളുമുള്ള ഡെനറീസ് ടാർഗേരിയന് ആ നാവികസേന നൽകുമെന്നും അവൻ പറഞ്ഞു. നമ്മൾ ഒരുമിച്ച് 7 രാജ്യങ്ങളും കീഴടക്കും എന്നവൻ പ്രഖ്യാപിച്ചപ്പോൾ അയറൺബോൺ ജനങ്ങൾ അവനെ പിന്തുണച്ച് വലിയ ശബ്ദത്തിൽ ആർത്തുവിളിച്ചു. പൈക്കിലെ കടൽത്തീരത്ത് ആളുകൾ പതാകകളുമായി നിന്നു. തണുത്ത വെള്ളത്തിൽ മുട്ടുകുത്തി നിൽക്കുന്ന യൂറോണിന്റെ തല ഏറോൺ വെള്ളത്തിനടിയിലേക്ക് അമർത്തിപ്പിടിച്ചു. ഈ സമയം യാരായും തിയോണും കുറച്ചുപേരും ചേർന്ന് ഗുഹയിലൂടെ പുറത്തേക്ക് ഓടി. നിന്റെ ദാസനായ യൂറോൺ, നീ ജനിച്ചതുപോലെ കടലിൽ നിന്ന് വീണ്ടും ജനിക്കട്ടെ. അവനെ ഉപ്പുകൊണ്ട് അനുഗ്രഹിക്കൂ, അവനെ കല്ലുകൊണ്ട് അനുഗ്രഹിക്കൂ, അവനെ ഉരുക്കുകൊണ്ട് അനുഗ്രഹിക്കൂ, ഏറോൺ പ്രാർത്ഥിച്ചു. അവർ കടൽത്തീരത്തെത്തി അവിടെ കിടന്ന വള്ളങ്ങളിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിച്ചു. തിരമാലകൾ പറയുന്നത് കേൾക്കൂ, ദൈവം സംസാരിക്കുന്നത് കേൾക്കൂ. യൂറോൺ ഗ്രേജോയ് അല്ലാതെ മറ്റൊരു രാജാവും നമുക്കില്ലെന്ന് അവൻ പറയുന്നു. നിങ്ങളുടെ തെറ്റുകളും അഹങ്കാരങ്ങളും കടൽ കഴുകിക്കളയട്ടെ. പഴയ യൂറോൺ മുങ്ങിമരിക്കട്ടെ. അവന്റെ ശ്വാസകോശത്തിൽ കടൽവെള്ളം നിറയട്ടെ, ഏറോൺ തുടർന്നു. യൂറോൺ ശ്വാസം കിട്ടാതെ പിടഞ്ഞു. അവൾക്കും അവനുമൊപ്പം അവരുടെ ആളുകൾ ഒരു വലിയ കപ്പലിൽ കയറി. മരിച്ചതെന്തോ അതൊരിക്കലും മരിക്കുന്നില്ല, എന്നാൽ വീണ്ടും കൂടുതൽ ശക്തമായി ഉയർത്തെഴുന്നേൽക്കുന്നു. ഏറോൺ അവനെ വെള്ളത്തിൽ നിന്ന് മോചിപ്പിച്ചു. 2 പേർ ചേർന്ന് അവന്റെ ബോധമില്ലാത്ത ശരീരം കരയിലേക്ക് കിടത്തി. അവൻ അനങ്ങിയില്ല. ഒരു നിമിഷത്തിനു ശേഷം അവൻ വെള്ളം ഛർദ്ദിച്ചുകൊണ്ട് ചുമച്ചു. അവൻ ശ്വാസത്തിനായി പിടഞ്ഞു. ഏറോൺ കടൽത്തടികൊണ്ടുള്ള കിരീടം അവന്റെ തലയിൽ വെച്ചുകൊടുത്തു. ജനങ്ങൾ ആർത്തുവിളിച്ചു. എന്റെ അനന്തരവളും അനന്തരവനും എവിടെ? നമുക്ക് പോയി അവരെ കൊല്ലാം, അവൻ അലറി. അവർ പാറക്കെട്ടിലേക്കെത്തിയപ്പോഴേക്കും വലിയൊരു നാവികസേന അവിടുന്ന് അകന്നുപോകുന്നത് അവർ കണ്ടു. അവർ നമ്മുടെ ഏറ്റവും മികച്ച കപ്പലുകൾ മോഷ്ടിച്ചു, ഏറോൺ പറഞ്ഞു. അവരെ രക്ഷിക്കാൻ അതൊന്നും മതിയാകില്ല. എല്ലാവരും നിങ്ങളുടെ വീടുകളിലേക്ക് പോകൂ. കാണുന്ന മരങ്ങളെല്ലാം വെട്ടിമാറ്റൂ. തടികൾ അറുത്തു പണി തുടങ്ങൂ. 1000 കപ്പലുകൾ എനിക്ക് നിർമ്മിച്ചു തരൂ. ഞാൻ ഈ ലോകം നിങ്ങൾക്ക് തരാം,
അവൻ തന്റെ ജനങ്ങളോട് ആജ്ഞാപിച്ചു. വേസ് ദോത്രക്കിലെ വലിയ പാറക്കെട്ടുകൾക്ക് മുകളിൽ ഡേനറിസ് താഴേക്ക് നോക്കി നിന്നു. അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ ജോറഹയും ഡാരിയോയും അവിടെയുണ്ടായിരുന്നു. ഞാൻ നിങ്ങളെ 2 തവണ നാടുകടത്തി. നിങ്ങൾ 2 തവണയും തിരിച്ചുവന്നു. നിങ്ങൾ എന്റെ ജീവൻ രക്ഷിച്ചു. അതിനാൽ എനിക്ക് നിങ്ങളെ തിരികെ സ്വീകരിക്കാനും കഴിയില്ല, നിങ്ങളെ പറഞ്ഞയക്കാനും കഴിയില്ല, അവൾ വേദനയോടെ പറഞ്ഞു. അവൾ ജോറഹയുടെ അടുത്തേക്ക് നടന്നു, എന്നാൽ അയാൾ പിന്നോട്ടു മാറി. നിങ്ങൾ എന്നെ പറഞ്ഞയക്കണം. അയാൾ തന്റെ വസ്ത്രം മാറ്റി കൈയിലെ ഭയാനകമായ ഗ്രേസ്കേൽ രോഗം അവളെ കാണിച്ചു. ഇതിന് പ്രതിവിധിയുണ്ടോ? അവൾ ചോദിച്ചു. എനിക്കറിയില്ല. ഇതിന് എത്ര സമയമെടുക്കും? എനിക്കതുകൂടി അറിയില്ല. എന്നാൽ ഇത് മൂർച്ഛിച്ചാൽ എന്താണ് സംഭവിക്കുകയെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അതിനു മുമ്പ് ഞാനെല്ലാം അവസാനിപ്പിക്കും, അയാൾ സങ്കടത്തോടെ പറഞ്ഞു. ഡെനേരീസിന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകി. എന്നോട് ക്ഷമിക്കൂ, അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. വിഷമിക്കരുത്. നിങ്ങളെ സേവിക്കുക എന്നത് മാത്രമാണ് ഞാൻ എപ്പോഴും ആഗ്രഹിച്ചിട്ടുള്ളത്. ടിരിയൻ ലാനിസ്റ്റർ പറഞ്ഞത് ശരിയായിരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. ഞാൻ എപ്പോഴും നിങ്ങളെ സ്നേഹിക്കും. അയാൾ തിരിഞ്ഞു നടക്കാൻ തുടങ്ങി. നിങ്ങളുടെ രാജ്ഞിയുടെ അടുത്തുനിന്ന് നടന്നു പോകരുത്, ജോറാദി അൻഡൽ, അവൾ കൽപ്പിച്ചു. അയാൾ തിരിഞ്ഞുനോക്കി. നിങ്ങളെ പിരിച്ചുവിട്ടിട്ടില്ല. നിങ്ങൾ എന്നോട് പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ എന്റെ കൽപ്പനകൾ അനുസരിക്കുമെന്ന് നിങ്ങൾ സത്യം ചെയ്തിട്ടുണ്ട്. ലോകത്തിൽ എവിടെയാണെങ്കിലും ഇതിനുള്ള പ്രതിവിധി കണ്ടെത്താൻ ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു. നിങ്ങളെ തന്നെ സുഖപ്പെടുത്താനും എന്നിട്ട് എന്റെ അടുത്തേക്ക് മടങ്ങിവരാനും ഞാൻ കൽപ്പിക്കുന്നു. ഞാൻ 7 രാജ്യങ്ങളും കീഴടക്കുമ്പോൾ എനിക്ക് നിങ്ങളെ എന്റെ കൂടെ വേണം, അവൾ ആജ്ഞാപിച്ചു. അവിടുന്ന് ദൂരെയായി ഒരു കുതിരപ്പുറത്തിരുന്നുകൊണ്ട് അയാൾ ഡെനേരീസും ഡാരിയോയും ദോത്രാക്കി സേനയുമായി വേസ് ദോത്രാക്കിൽ നിന്ന് പോകുന്നത് നോക്കി നിന്നു. മീരീനിലെ വലിയ പിരമിഡിൽ വാരിസ്, മിസാൻഡേ, ഗ്രേ വേം എന്നിവർ സംസാരിക്കുകയായിരുന്നു. ടിരിയൻ വീഞ്ഞു പകർന്ന് അവർക്കൊപ്പം ചേർന്നു. യജമാനന്മാരുമായുള്ള നമ്മുടെ ഉടമ്പടിക്ക് ശേഷം എത്ര പേർ കൊല്ലപ്പെട്ടു? വാരിസ് ചോദിച്ചു. ആരുമില്ല, ഗ്രേ വേം പറഞ്ഞു. പിന്നെ എത്ര യജമാനന്മാർ സ്വതന്ത്രരാക്കപ്പെട്ട മനുഷ്യരാൽ കൊല്ലപ്പെട്ടു? 2 പേർ, എന്നാൽ അത് ഉടമ്പടി ചെയ്ത ദിവസമായിരുന്നു. അതിനുശേഷം ഒന്നുമില്ല. അപ്പോൾ ഇവിടെ നേരിയൊരു സമാധാനമുണ്ടായിട്ടുണ്ടെന്ന് നമുക്ക് പറയാം, വാരിസ് ആശ്വാസത്തോടെ പറഞ്ഞു. തൽക്കാലത്തേക്ക് മാത്രം ഗ്രേ വേം ഓർമ്മിപ്പിച്ചു. അതുപോരാ, ടിരിയൻ ഇടങ്കോലിട്ടു. സമാധാനമുണ്ടായിട്ടുണ്ടെന്ന് ജനങ്ങൾ അറിയണം. ഡീനേരീസാണ് ഇതിന് കാരണമെന്ന് അവർ മനസ്സിലാക്കണം. അതിന് നമുക്ക് ജനങ്ങൾക്ക് വിശ്വാസമുള്ള ഒരാളെ വേണം, ടിരിയൻ വിശദീകരിച്ചു. അതിനായി കിൻവാര എന്ന ചുവന്ന പുരോഹിതയെ അവർ വിളിച്ചുവരുത്തി. കിൻവാര പടവുകൾ കയറി വന്നു. മീരീനിലേക്ക് സ്വാഗതം, ടിരിയൻ പറഞ്ഞു. അവൾ ഒന്നും മിണ്ടിയില്ല. എനിക്കിത്രയൊക്കെയേ വാലിരിയൻ ഭാഷ അറിയൂ, അയാൾ പറഞ്ഞു. സത്യത്തിൽ ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം വേണം. നിങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയുമെന്ന് ഞങ്ങൾ കരുതി. അയാൾ പറഞ്ഞു തുടങ്ങിയതും അവൾ തടസ്സപ്പെടുത്തി. നിങ്ങൾ എന്നെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഞാൻ സഹായിക്കാനാണ് വന്നത്. ഡീനേരീസ് ടോംബോൺ ആണ് വാഗ്ദാനം ചെയ്യപ്പെട്ടവൾ. അഗ്നിയിൽ നിന്ന് അവൾ ലോകം പുനർനിർമ്മിക്കാൻ വീണ്ടും ജനിച്ചു, അവൾ വിശ്വാസത്തോടെ പറഞ്ഞു. അവൾ യജമാനന്മാരെ ക്രൂശിച്ചു. അവളുടെ ഡ്രാഗണുകൾ അഗ്നിയാണ്, ലോർഡ് ഓഫ് ലൈറ്റിന്റെ സമ്മാനം. വിശ്വാസമില്ലാത്തവരെ ഡ്രാഗണുകൾ ചുട്ടരിക്കും. അവൾ വാചാലയായി. അങ്ങനെ ഒത്തിരി പേരെ ചുട്ടരിക്കാതിരിക്കുന്നതാണ് നല്ലത്, ടിരിയൻ തമാശരൂപേണ പറഞ്ഞു. നിങ്ങളുടെ രാജ്ഞിയെ ആരാധിക്കണമെന്നും അനുസരിക്കണമെന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നു. അത് ഞാൻ ചെയ്യാം. ഞാൻ എന്റെ പുരോഹിതരെ അയക്കാം. എന്നാൽ വേരിസ് ഇതിനെ സംശയത്തോടെ നോക്കിക്കണ്ടു. സ്റ്റാനിസ് ബെരാത്തിയോണിനെ ഇതുപോലെ നിങ്ങളിൽ ഒരാൾ തെരഞ്ഞെടുത്തവനായി പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ അയാൾ തോറ്റു. തെറ്റുപറ്റിയെന്ന് സമ്മതിക്കാൻ ഒരു മതഭ്രാന്തന് ബുദ്ധിമുട്ടായിരിക്കും, അല്ലേ? വാരിസ് പരിഹസിച്ചു. തെറ്റുകൾ സംഭവിക്കാം. എന്നാൽ എല്ലാവരും എന്തിനോ വേണ്ടി ഇവിടെയുണ്ട്. നിങ്ങളുടെ കുട്ടിക്കാലത്ത് സംഭവിച്ചത് ഓർക്കുന്നുണ്ടോ, വേരിസ്? ആ മന്ത്രവാദി നിങ്ങളുടെ ശരീരഭാഗങ്ങൾ തീയിലിട്ടപ്പോൾ ആ തീയിൽ നിന്നും ഒരു ശബ്ദം കേട്ടതോർക്കുന്നുണ്ടോ? ആ ശബ്ദം എന്താണ് പറഞ്ഞതെന്ന് ഞാൻ പറയണോ? ആരുടെ പേരാണ് പറഞ്ഞതെന്ന് ഞാൻ പറയണോ? കിൻവാര ചോദിച്ചു. വേരിസ് ഭയത്തോടെ അവളെ നോക്കി. അവൾ ഒരു പുഞ്ചിരിയോടെ അവിടെ നിന്ന് മടങ്ങി. വീണ്ടും ഗുഹയിൽ മരത്തിന്റെ വേരുകളിൽ പിടിച്ചുകൊണ്ട് ബ്രാൻ മറ്റൊരു ദർശനത്തിലേക്ക് പോയി. മഞ്ഞുമൂടിയൊരു പ്രദേശത്ത് അവൻ നടന്നു. അപ്പോൾ അവന് മുന്നിൽ മരിച്ചവരുടെ ഒരു വലിയ സൈന്യമുണ്ടായിരുന്നു. അവൻ അവർക്കിടയിലൂടെ നടന്നു. ആരും അവനെ ശ്രദ്ധിച്ചില്ല. എന്നാൽ കുറച്ചപ്പുറത്ത് കുതിരപ്പുറത്ത് നൈറ്റ് കിങ് നിന്നിരുന്നു. അവൻ ബ്രാനെ നേരിട്ട് നോക്കി. ബ്രാൻ ഭയന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ ആ സൈന്യം മുഴുവൻ അവനെത്തന്നെ നോക്കുകയായിരുന്നു. ബ്രാൻ നിലവിളിച്ചുകൊണ്ടുണർന്നു. അവൻ എന്നെ കണ്ടു. അവൻ നിലവിളിച്ചു. അവൻ നിന്നെ സ്പർശിച്ചു, 3-eyed റേവൻ പറഞ്ഞു. ബ്രാൻ കൈയിലെ വസ്ത്രം മാറ്റിയപ്പോൾ അവിടെ ഒരു ഐസിന്റെ അടയാളമുണ്ടായിരുന്നു. അവന് നീ ഇവിടെയുണ്ടെന്ന് മനസ്സിലായി. അവൻ നിന്നെ തേടിവരും.
നിങ്ങളെല്ലാവരും ഇവിടുന്ന് പോകണം, അയാൾ മുന്നറിയിപ്പ് നൽകി. കാസിൽ ബ്ലാക്കിൽ ജോൺ സ്നോ, സാൻസ, ബ്രിയൻ, ഡാവോസ്, ടോർമണ്ട്, മെലിസാന്ദ്ര എന്നിവർ ഒരു മേശയ്ക്കു ചുറ്റുമിരുന്നു സംസാരിക്കുകയായിരുന്നു. വടക്കുള്ള വലിയ വീടുകളെല്ലാം ആരുടെ കൂടെയാണെന്ന് അവർ ചർച്ച ചെയ്തു. നമ്മൾ ചെറിയ വീടുകളിൽ നിന്ന് തുടങ്ങണം, ജോൺ സ്നോ പറഞ്ഞു. വടക്കുള്ള ജനങ്ങൾ ഒരിക്കലും മറക്കില്ല. അവർക്ക് സ്റ്റാർക്ക് എന്ന പേര് ഓർമ്മയുണ്ട്. അവർ ഇപ്പോഴും അതിനായി എന്തും ചെയ്യും, സാൻസ പറഞ്ഞു. അതെ, പക്ഷെ ജോണിന് ആ പേരില്ലല്ലോ, ഡാവോസ് ഓർമ്മിപ്പിച്ചു. ഇല്ല, പക്ഷെ എനിക്കുണ്ട്. ജോൺ നെഡ് സ്റ്റാർക്കിന്റെ മകൻ തന്നെയാണ്. കൂടാതെ എന്റെ അമ്മാവൻ ബ്ലാക്ക്ഫിഷ് ഒരു സൈന്യത്തെ രൂപീകരിച്ച് റിവറൺ തിരികെ പിടിച്ചിട്ടുണ്ട്, സാൻസ സന്തോഷത്തോടെ പറഞ്ഞു. അങ്ങനെ അവർ യാത്ര തിരിക്കാൻ തീരുമാനിച്ചു. സാൻസ ബ്രിയനെ റിവറണിലേക്ക് അമ്മാവന്റെ അടുത്തേക്ക് പോയി സംസാരിക്കാൻ ചുമതലപ്പെടുത്തി. ജോൺ സ്നോന് അവൾ സ്റ്റാർക്ക് മുദ്രയുള്ള ഒരു പുതിയ മേലങ്കി സമ്മാനിച്ചു. അങ്ങനെ അവർ ഒരു വലിയ ലക്ഷ്യത്തിനായി കോട്ടയ്ക്ക് പുറത്തേക്ക് കുതിച്ചു. ഗുഹയ്ക്കുള്ളിൽ മീര പോകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയായിരുന്നു. ഹോഡോറിനോട് അവൾ വീടിനെക്കുറിച്ച് സംസാരിച്ചു. എന്നാൽ പെട്ടെന്ന് അവളുടെ ശ്വാസം തണുക്കാൻ തുടങ്ങി. ഗുഹയ്ക്ക് പുറത്ത് ആ വലിയ മരിച്ചവരുടെ സൈന്യം എത്തിക്കഴിഞ്ഞിരുന്നു. നൈറ്റ് കിങ് തന്റെ കൈ നിലത്തുവെച്ചപ്പോൾ വലിയൊരു വിള്ളലുണ്ടായി. ബ്രാൻനെ എടുത്തുകൊണ്ട് വേഗത്തിൽ ഓടി രക്ഷപ്പെടാൻ ലീഫ് വിളിച്ചു പറഞ്ഞു. ഗുഹയ്ക്കുള്ളിലേക്ക് മരിച്ചവർ ഇരച്ചുകയറാൻ തുടങ്ങി. മീര ബ്രാൻനെ ഉണർത്താൻ ശ്രമിച്ചു. എന്നാൽ അവൻ ഭൂതകാലത്തിലെ വിന്റർഫെല്ലിലായിരുന്നു. ഒരു വശത്തുനിന്ന് മരിച്ചവർ ആക്രമിക്കാൻ തുടങ്ങി. ലീഫും അവളുടെ ആളുകളും അവരെ തടയാൻ ശ്രമിച്ചു. ഹോഡോറിനെ ഉപയോഗിച്ച് നമ്മൾക്കിവിടുന്ന് രക്ഷപ്പെടണം. ബ്രാൻ എഴുന്നേൽക്കൂ, അവൾ കരഞ്ഞു വിളിച്ചു. ഭൂതകാലത്തിൽ നിൽക്കുന്ന ബ്രാൻ ഹോഡോറിന്റെ കുട്ടിക്കാല രൂപമായ യങ് ഹോഡോറിനെ നോക്കി. മീരായുടെ ശബ്ദം കേട്ട് അവൻ ഹോഡോറിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. ഹോഡോർ എഴുന്നേറ്റ് ബ്രാനെ കിടത്തിയ വണ്ടിയും വലിച്ച് പിൻവാതിലിലേക്ക് കുതിച്ചു. എന്നാൽ മരിച്ചവർ അവർക്ക് പിന്നാലെയുണ്ടായിരുന്നു. അപ്പോഴേക്കും നൈറ്റ് കിങ് അകത്തുകയറി ആ മരത്തിലിരുന്ന 3-eyed റേവനെ വെട്ടിക്കൊന്നു. ഹോഡോർ പിൻവാതിൽ തുറന്ന് വണ്ടി പുറത്തേക്ക് വലിച്ചിട്ടു. എന്നിട്ട് ആ വാതിൽ അടച്ചുപിടിച്ചു. വാതിൽ പിടിച്ചു നിൽക്കൂ, ഹോൾഡ് ദ ഡോർ, മീര പുറത്തുനിന്നും വിളിച്ചു പറഞ്ഞു. ഗുഹയ്ക്കുള്ളിൽ മരിച്ചവർ ആ വാതിൽ തകർക്കാൻ ശ്രമിച്ചു. ഭൂതകാലത്തിൽ യങ് ഹോഡോർ തറയിൽ വീണ് വിറയ്ക്കാൻ തുടങ്ങി. ഹോൾഡ് ദ ഡോർ, അവൻ അലറാൻ തുടങ്ങി. വാതിൽ തകർത്തു മരിച്ചവരുടെ കൈകൾ ഹോഡോറിനെ മാന്തിക്കീറി. അവൻ തന്റെ ജീവൻ കൊടുത്ത് ആ വാതിൽ അടച്ചുപിടിച്ചു. അപ്പോഴും കുട്ടിയായ ആ ഹോഡോർ നിലവിളിച്ചുകൊണ്ടിരുന്നു. എപ്പിസോഡ് അവസാനിക്കുന്നു. ഗെയിം ഓഫ് ത്രോൺസിന്റെ ബാക്കി എപ്പിസോഡുകൾ മിസ്സാവാതിരിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.